ബാലു വർഗീസ് ഇല്ല ബ്രോ. കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റുകൾക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതെ ആവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താ അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്തോ ഓഫറാണ് അതിയാണ്. ഞാൻ ചെയ്തു പറയാം. നല്ല ഓഫറായിരുന്നു. ഞാൻ പറയാം. അതെന്താ അവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ടായി ഒരു പടം. നമ്മുടെ AL വിജയ് സാറിന്റെ പടത്തിൽ ഒരു പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു, സെക്കൻഡ് ലീഡ് പോലെ. ബാലു ഈ പറഞ്ഞത് ഇപ്പൊ ആ പറഞ്ഞ ചോദ്യത്തിൽ തന്നെയാണ് ചില വ്യക്തികളെ ശരിക്കും ആക്ടർമാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം തന്നെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചത്. ഇപ്പോൾ അർജുന അതിൻ്റെ ഒരു മറുപടിയും തന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ബാലു? അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് അതിനകത്ത് 5 പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞ് വർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ. എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. അപ്പം അത്തരം പറയുന്നതിലൊരു കാര്യങ്ങളില്ല എന്ന് വ്യക്തമാക്കാം അല്ലേ? ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ഹൈദർക്ക അത് ചിലപ്പോ ഹൈദർക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദർക്ക എന്താ വിശ്വസിക്കണേ? അല്ല, ഒരാളെ അങ്ങനെ തകർക്കാൻ കഴിയുമോ? അവര് വന്നിട്ട് പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് പറയണം എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയാണ്. അല്ല, മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ചില ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ഇപ്പം ബാലുവിന്റെ അത്രയോ സിനിമയുള്ള, അച്ചുവിന്റെ അത്രയോ സിനിമയുള്ള മനുഷ്യരെ അങ്ങനെയൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നീട് സമയം. എനിക്ക് എഴുതാനറിയില്ല, വായിക്കാറില്ല.